ഹിയർ ഗൈസ്. നിങ്ങളപ്പോൾ കേട്ടിട്ടുണ്ടോ നമ്മൾ എടുക്കാൻ പോകുന്നതെന്ന്? പറഞ്ഞുതരാം ഗൈസ്. പിന്നെ ബ്രോ അതെ എത്ര ഇപ്പോൾ സമയം? 3:02 ഗൈസ്. ഗൈസ് വെൽക്കം ബാക്ക് ടു മിൻജ അൺഫിൽറ്റേഡ് ഗൈസ്. അപ്പോൾ കുറെ കാലത്തിന് ശേഷം ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് ഗൈസ്. അതും എപ്പോ 3:05 അതെ ഗൈസ്. ഇപ്പൊ രാവിലെ 3:07 സമയം. രാവിലെയും കൂടി ആയിട്ടില്ല. അപ്പൊ ഈ സമയത്ത് ഞങ്ങൾ എല്ലാരും കൂടെ പുറക്കി കൂട്ടി എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. അതെ ബഹ്റൈനിലെ മനാമ സെൻട്രൽ മാർക്കറ്റിലേക്കാണ് പോണത്. അപ്പൊ നമ്മള് എന്താണ് ഈ സമയത്ത് പോകുന്നതിന്റെ മാർക്കറ്റിൽ നമുക്ക് ഫുൾ കാഴ്ചകൾ കാണാം അല്ലേ? അപ്പൊ നമുക്ക് കാഴ്ചകൾ കണ്ടുകൊണ്ട് ആസ്വദിക്കാം. ഞാൻ പറഞ്ഞു പറപ്പിക്കണില്ല. താത്താന്റെ ഡ്രൈവിനെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനില്ല. നമ്മളെല്ലാ വീഡിയോയിലും പൊക്കി പറയുന്നുണ്ട്. താത്തന്നെ പറയരുത് പറഞ്ഞിരിക്കണം. നേരത്തെ തന്നെ തട്ടാൻ പോയിരുന്നു. ഭാഗ്യത്തിന് തട്ടിയില്ല. അപ്പൊ മാർക്കറ്റിനെ കുറിച്ച് പറയാണ്. മാർക്കറ്റ് ഒരു മാർക്കറ്റാണ് താത്ത. മാർക്കറ്റില് സാധാരണ ആൾക്കാരൊക്കെ സാധാരണ സമയത്ത് ഒരു 8-9 മണിയൊക്കെ ആകുമ്പോ, പക്ഷെ ഞങ്ങൾ എന്താണ് മാർക്കറ്റിന്റെ യഥാർത്ഥ മാർക്കറ്റ് കാണാൻ വേണ്ടിട്ട് ഞങ്ങള് രാവിലെ പോവാണ് ഗൈസ്. ഈ സമയത്ത് പോകുകയാണെന്നുണ്ടെങ്കില് പുലർന്നിട്ടില്ല. അപ്പൊ നമ്മള് എന്താണ് ഇനി ഒരു ബീച്ചിൽ പോയിട്ട് സൺറൈസ് കാണും. കുറെ പ്ലാനിങ് ഉണ്ട് ഗൈസ്. നടക്കൊന്നും അറിയില്ല. ചിലപ്പോ ഇവിടെ തന്നെ ഞങ്ങൾ സൺറൈസ് കാണും. അതാണ് കുറച്ച് ലേറ്റ് ആയി. 4 മണിക്കാണ് സൺറൈസ് ഉണ്ടാകുക അല്ലാത്ത. അപ്പൊ നമ്മള് ഏതായാലും പോകുന്ന വഴിക്കാണ്. ഈ സമയത്ത് പോയാൽ നമുക്ക് എന്താ കാണാം സാലിയോ? നമുക്ക് ബഹ്റൈൻക്ക് തന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പിന്നെന്താ പച്ചക്കറിയോ? പച്ചക്കറി കാണാം. ഫ്രൂട്ട്സ്, വെജിറ്റബിളും പിന്നെ പച്ചക്കറിയും കാണാം. പച്ചക്കറി പിന്നെ ഫിഷ് മാർക്കറ്റിലല്ല ഫിഷ് ഉണ്ടാവും. അത് കണ്ടില്ലേ സാധനങ്ങൾ ഇങ്ങനെ പോണത്. അപ്പൊ ഗൈസ് ഈ സമയത്തൊന്നും ഇവിടെ ലൈറ്റിങ് കുറച്ച് കമ്മി ഉണ്ടാവും. ലൈറ്റ് ഒരു വിഷയമാണ്. അപ്പോൾ ചെറുതായിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യുക ഗൈസ്. ഇതാ നമ്മുടെ ഫിനു ബ്രോ. അതാണ്. അപ്പൊ നമ്മളെങ്ങോട്ടാ പോണാത്ത? താത്തേനെ കാണിച്ചു തരാം എങ്ങനെ സാധനങ്ങൾ ഇറക്കും. കണ്ടെയ്നറിന് എങ്ങനെ സാധനം ഇറക്കും. അപ്പോ അതാണ് ഫോർക്ക് ലിഫ്റ്റ്. അപ്പൊ ഇവിടെ നമ്മളെ കണ്ടെയ്നറുകളൊക്കെ നിർത്തിയാണ്. നമ്മളെ ഫിനു നമുക്ക് പറഞ്ഞു തരും. ഫിനു ബ്രോ പറഞ്ഞു തരൂ. അപ്പൊ ഈ കണ്ടെയ്നർ പല സ്ഥലത്തുനിന്നും വരും. ജോർദാന്, ദുബായ്, എവിടെ ഒക്കെ ഇവിടെ വെക്കുന്നു, ഇറക്കുന്നു, കടയിൽ കൊണ്ട് വെക്കുന്നു. അതെ. അപ്പൊ ഇവിടെയാണ് കണ്ടെയ്നറിന്റെ പാർക്കിംഗ് വരുന്നത്. ഇവിടെ വണ്ടികളൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടല്ലേ. എന്താ രസം വണ്ടികളൊക്കെ കാണാന്. ഇതൊക്കെ പല രാജ്യത്തു നിന്ന് വന്ന വണ്ടികളാക്കാരും. ഈജിപ്തിൽ നിന്ന് വന്ന വണ്ടിയാണ് ഗൈസ്. ഇവിടെ ഉണ്ടല്ലേ ചുറ്റോറും കണ്ടെയ്നറുകൾ. ഇതിലൊക്കെ ഫുൾ സാധനങ്ങൾ. എത്ര കണ്ട് സാധനം ഡെയിലി ഇവിടെ ഇറങ്ങുന്നതെന്ന് അറിയോ? അവിടെ മാംഗോസ് ഇറക്കുന്നു. ഇത് വേറെ അല്ല, അത് സെയിം ആണ്. നമ്മളിതാ അവിടെ വരുമ്പോൾ കാണുന്നത് ഗൈസ് ഇതാ വാട്ടർ മെലൻസ് ഗൈസ്. ഇന്നിവിടെ കുറച്ച് ഒരു ഇതില്ല. സാരു എന്തെനിക്ക് പറയാല്ലേ അറിയില്ല. ഓപ്പൺ ചെയ്തൊക്കെ കഴിഞ്ഞു. സാധനം കഴിഞ്ഞാണ്. ഹലോ. അവിടെ കണ്ടെയ്നറിന്റെ ഡ്രൈവർമാരെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ ഈ കണ്ടെയ്നറിന്റെ ഉള്ളിൽ തന്നെയാണ് ഗ്യാസും ഇതും
മുളക് പൊടി, മഞ്ഞപ്പൊടി, എല്ലാ പൊടിയും ഉണ്ട്. അങ്ങനെ നമ്മളെ ഫിനുദ ഫോർക്ക് ലിഫ്റ്റ് എടുത്ത് മുന്നേറുന്നു. പിന്നെ ഇതിന്റെ അവിടെ തന്നെ ആട്ടി വരുന്നുണ്ടോ പോര്? സാലു എന്താ പറയാല്ലേ? തുറന്ന് കഴിഞ്ഞാണ് കണ്ടെത്തിയേ. പിന്നെ എന്നാലും നമ്മളെപ്പോഴും വന്നീനെ. തക്കാളി നമ്മളെ ഷൗക്കത്ത് ഭായി ഇതാ നമ്മളെ കണ്ടെയ്നറിന്റെ ഉള്ളൊക്കെ കാണിച്ചു തരാനാണ്. ഇത് നമ്മളെ കമ്പനിക്ക് വന്ന സാധനങ്ങളാണ് ഈ കണ്ടെയ്നറിലില്ലേ. ഗ്രേപ്സ്, ഇതിൽ ഫുള്ള് ഗ്രേപ്സ് ആണ്. ഓക്കെ ബൈ. ആ അവിടെ വാട്ടർ മെലൺ ഉണ്ട്. അത് നമ്മുടെ വാട്ടർ മെലനാണ് ഗൈസ്, നമ്മളെ കമ്പനി ഇറക്കിയ. അങ്ങനെ അതാ നമ്മളെ രണ്ടാമത്തെ ബറാത്ത്. ഇതിൽ ഫുള്ള് ടൊമാറ്റോസ് ആണ്. ഓക്കെ, ഇതൊക്കെ ജോർദാൻ വന്നാണ് കേട്ടോ ഗൈസ്. ബറാദൊക്കെ തുറന്ന് സാധനങ്ങളൊക്കെ കണ്ട് നമ്മൾ പോവുകയാണ്. അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് എന്താണ്? എങ്ങനെ എവിടെ വെച്ച് നമ്മളിത് വെക്കും? നമ്മളിത് വിൽക്കണ സ്ഥലമാണ് കാണാൻ പോകുന്നത്. ആൾക്കാരൊക്കെ അങ്ങനെ അറബാനി കൊണ്ട് പോകുന്നുണ്ട്. അവിടെ ബറാത്തിൽ നിന്ന് ഇറക്കിയിട്ട് സാധനങ്ങളൊക്കെ പിന്നെ ഇവിടെ കൊടുന്നാണ് പോലെ സെയിൽ ചെയ്യണത്. ഇവിടെ പറഞ്ഞാൽ ബൾക്ക് ക്വാണ്ടിറ്റി ആയിക്കൊണ്ടാണ് സെയിൽ ചെയ്യുക. ഇത് ഒരു 7-8 മണിയാകുമ്പോഴത്തേന് ഇത് ഫുള്ള് തീരും. ഇവിടെ ഈ കാണുന്ന സാധനങ്ങൾ ഫുള്ള് തീരും. എല്ലാവരും ഓരോ പണിയായിട്ടും ഫുൾ ബിസിയാണ്. ഇതാണ് നമ്മളെ കമ്പനീൻ്റെ സാധനം വിൽക്കുന്ന സ്ഥലം. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഗൈസ് നമ്മളെ ഇതിനെ പറ്റിയാണ്ട് നിസാഖ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. കമ്പനി ഹൈവേ എന്നതിൻ്റെ പേര്. പുറത്ത് രാജ്യത്ത് സാധനം വരുന്നത് യമന്, ജോർദാന്, അതേപോലെ സൗദി, മിസ്രി, പിന്നെ ദുബായ് ഉണ്ട്. അതേപോലെ തന്നെ പല ഐറ്റംസ് ഉണ്ട്. തക്കാളി, സൂര്യനാണ്, ഇത് ജോർദാൻ്റെ സാധനങ്ങളാണ്. പിന്നെ അപ്പുറത്ത് യമൻ്റെ വത്തക്ക ഉണ്ട്. അതേപോലെ ഇറാൻ്റെ വത്തക്ക വരുന്നുണ്ട്. അതിൻ്റെ സെയിൽസ്മാൻമാർ അവിടെ ഉണ്ട്. ഇത് പാകിസ്ഥാനിൽ നമ്മുടെ സെയിൽസ്മാനാണ്. അവിടെ ഉണ്ട് മാനേജർ, അവിടെ ഉണ്ട് സലാം, ആഷിഖ്, അങ്ങനെ ഒരു 10-20 പണിക്കാർ സ്റ്റാഫുകൾ അവിടെ ഉണ്ട്. ഹോൾസെയിൽ പരിപാടിയാണ്. അവിടെ ഹോൾസെയിലായിട്ടുള്ള പരിപാടിയാണ്. നമ്മൾ നേരത്തെ കണ്ടെയ്നർ ഉണ്ടില്ലേ, അവിടുന്ന് നേരെ സാധനങ്ങളൊക്കെ ഇറക്കിയിട്ട് ഇവിടെയാണ് വരുന്നത്. പിന്നെ ഇവിടെ നിന്നാണല്ലേ ഇതാണ് സ്ട്രോബെറി ഫ്രൂട്ട്സ് ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഇത് ജോർദാൻ വരുന്ന സാധനമാണ്. റക്കീംക്ക പറഞ്ഞു തരും ബാക്കി. സ്ട്രോബെറി ഒക്കെ ഇത് എവിടെ വരുന്നതാണ്? ആ, ജോർദാൻ വരുന്നതാണ് ഗൈസ്. പ്ലംസ്, ഗ്രേപ്സ് വൈറ്റ്, അതിന്റെ വലുത് ചെറുത് അതിന്റെ ഐറ്റംസ് എല്ലാം പോകും. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ കമ്പനിയിലുണ്ട്. ഹലോ, അതെ, മുമ്പ് നമ്മളെ വ്ളോഗിൽ ഇടുന്നില്ല അറിഞ്ഞാണ്ട് കംപ്ലൈന്റ് പറഞ്ഞു. വ്ളോഗിൽ വന്നില്ലേ, ഹാപ്പി ആയില്ലേ? അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഗൈസ്. ഇതാണ് നമ്മുടെ സലാംക്ക. വ്ളോഗിൽ എന്തേലും പറയൂ നമ്മുടെ പ്രേക്ഷകരോട്.
പ്രാക്സിറോട് നമ്മുടെ കമ്പനീനെ പറ്റിയ സാധനങ്ങളൊക്കെ നല്ല ഫ്രഷ് സാധനങ്ങളല്ലേ ഇത്. ചെറിയൻ്റെ സാധനങ്ങളുണ്ട്, ജോർദാൻ്റെ ഉണ്ട്, എമ്മൻ്റെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഫ്രൂട്ട്സിൻ്റെ ഒരു സീസണാണ്. പിന്നെ വാട്ടർ മിലോനുണ്ട്. മുഹറം മാസത്തിലും പൊട്ടാറ്റോ അതുപോലെ വണിയനൊക്കെ ഉണ്ട് കൂടുതൽ മൂവിങ് ഉള്ളത്. അതെ, എല്ലാ പ്രോഡക്റ്റ്സും നമ്മളെടുക്കും. നമ്മളെ വത്തക്കുണ്ട് അവിടെ, ആ തലക്കാൻ മുറിച്ച് വെച്ചിട്ട് നമ്മളെ മെയിൻ സാധനം വത്തക്കയാണ്. ജോർദാൻ്റെ പോലെയാണ് ആ തലക്കത്ത്. ഇത് സൂരി, പിന്നെ മിസിറിൻ്റെ ആലുവാണ് ഇത് രണ്ടും. പിന്നെ ഇറാൻ്റെ വത്തക്കുണ്ട്. ഇത് ചെറി കരശ് എന്ന് പറയും. പിന്നെ മിഷ്മിഷുണ്ട് അവിടെ. ഇത് നമ്മളെ അൻവർ ഭായ് ഫ്രം പാകിസ്ഥാൻ. എല്ലാം ഉണ്ട് അല്ലേ? അങ്ങനെയൊക്കെയാണ് ഗൈസ് ഇവിടുത്തെ ഇതൊക്കെ. എന്താണ് പറയാനുള്ളത്? അതെ, ഈ ടൈമില് ആദ്യമായിട്ടാണ് ഇവരൊക്കെ വരുന്നത്. ഞാൻ അതിന്റെ മുന്നേ വന്നു കേട്ടോ. പിന്നെ നമ്മള് ഇവിടുന്ന് ഇനി വല്ല മൂവി അല്ലേ താത്ത? അതാണ് നമ്മള് മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് പോകാം. ഗൈസ്, ഈ മാർക്കറ്റ് പറയുന്നത് വലിയൊരു ലോകമാണ് കേട്ടോ. ഇത് ഒരുപാട് ഏരിയ ഉണ്ട്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നല്ല, ഇത് വലിയ സ്ഥലമാണ്. ഇത് ഫുള്ള് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് കാണാൻ മാത്രമുണ്ട്. ഇതാണ് മാർക്കറ്റിലെ ക്യാൻറ്റീൻ. ഇതുപോലത്തെ ഒരുപാട് ക്യാൻറ്റീൻ ഉണ്ട്, എന്തായാലും ഒന്ന് മാത്രം. ഫിനു ബ്രോ, എന്താണ് ഈ സമയത്ത് വന്നിട്ട് എക്സ്പീരിയൻസ്? ഇവിടുത്തെ ഒരു ഇത് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ ആൾക്കാർ വരാനായിട്ടില്ല. അതാ സംഭവം. ആളൊക്കെ ഒഴിഞ്ഞ് കിടക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ഷോപ്പാണ് കേട്ടോ. ഇവിടെ ഈ ഒരു ടൈമിൽ പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഇവിടെ ഇപ്പോൾ ഓണായി വരുന്നുള്ളൂ. അതുകൊണ്ടാണ് സാധനങ്ങളൊന്നും ഇല്ലാത്തത്. അപ്പോൾ എല്ലാതും ഡിസ്പ്ലേ ചെയ്യണുള്ളൂ. പിന്നെ നമ്മുടെ സ്റ്റാഫ്സൊക്കെ എല്ലാവരും എത്തുന്നുള്ളൂ. ഇതാണ് അസ്ലം ഭായ്, പാകിസ്ഥാനി. ഇതാണ് ഷോപ്പ് നമ്പർ 3. ഇതാണ് ഷോപ്പ് നമ്പർ 2. ഇവിടെ ഇപ്പോൾ ആൾ കഴിഞ്ഞിരിക്കാൻ കാരണം ഇപ്പോൾ ടൈം ആയിട്ടില്ല. ഇവിടുത്തെ ഒരു സമയം പറയുമ്പോൾ ഒരു 8-9 മണിക്ക് നേരം ഉള്ളൂ ഇവിടെ കാളുണ്ടാവുക. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ കാലിയായിരിക്കുന്നത്. ഇവിടെ സാധനങ്ങളൊക്കെ ലോഡാവുന്നുള്ളൂ. നമ്മുടെ സ്റ്റാഫ്സൊക്കെ എത്തുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ ടൈമിൽ നമുക്ക് കാര്യമായിട്ട് പുറത്തത്തെ ആ ഒരു സംഭവമാണ് കാണാനുള്ളത്. പിന്നെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പോവുകയാണ്. നമ്മളിന്ന് ദിവസം പാടിപ്പോയി. ശനിയാഴ്ച ആയതുകൊണ്ടാണ് ഇന്ന് അധികം ആൾക്കാരില്ലാത്തത്. ബാക്കിയുള്ള ദിവസമാണ് ഈ ടൈമിൽ കുറച്ചൊക്കെ ഓണായിട്ടുണ്ടാവും. ഇന്ന് ഓണാവണുള്ളൂ. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഷോപ്പ്. ഓക്കെ, ഇത് നമ്മുടെ വേറൊരു ഷോപ്പാണ്. ഇവിടുത്തെ ആളാണ് സുനീർക്ക. ഹലോ സുനീർക്ക, ഈ ഷോപ്പിൻ്റെ ആളാണ്. അതെ, ഷോപ്പ് നമ്പർ 7. വണ്ടി കയറി റെഡിയായി. എന്താ നമ്മുടെ അടുത്ത പ്ലാന്? നമ്മൾ ബുസൈറ്റിൽ പോയി കടൽ തീരത്തിരുന്ന് ചായ, സൺറൈസ്. സൺറൈസ് കാണുവാനായി നമ്മളിത് എങ്ങോട്ടോ താത്ത കൊണ്ടുപോകുന്നുണ്ട്. എങ്ങോട്ടോ ഒന്നല്ല, ഞാൻ നല്ലൊരു അടിപൊളി സൺറൈസ് കാണിച്ചു തരും. മയത്ത് അല്ലേ? നല്ല തണുത്ത കാറ്റില്ലേ? തണുത്ത കാറ്റ് കണ്ടിട്ട് ഷാള് മാറുന്നു. ഇറക്കണ് കുളിര്. ജൂൺ മാസത്തിലെ തണുത്ത കാറ്റ് അതാണ്.
മോർണിംഗ് സ്റ്റാർ. മോർണിംഗ് സ്റ്റാർ ഞാൻ അവിടെ ഉണ്ടാകുമ്പോൾ പിന്നെ വേറെ സ്റ്റാറിന്റെ ആവശ്യമുണ്ടോ? ചതിച്ചു ഗൈസ്. താത്ത എന്താണ് കൊടുന്ന് ഇറക്കിയ സ്ഥലം കണ്ടില്ലേ? നല്ല ആംബിയൻസ് ഉള്ള സ്ഥലം. അവിടെ ഇങ്ങനെ പുലർച്ചെ മോർണിംഗില് അതെ, നല്ല ആംബിയൻസ്. ഇങ്ങനെ പൊട്ടിപ്പൊടിഞ്ഞ കൊറേ ബിൽഡിങ്ങിന്റെ വേസ്റ്റ്, ബോട്ട്, കൊണ്ടുപോവാ. പിന്നെ അപ്പുറത്തേക്കൊക്കെ ഇങ്ങനെ ബോട്ടുകൾ ഇങ്ങനെ ഓളം വെട്ടി ഓടി 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 കളിക്കുന്നത് കണ്ടില്ലേ? പക്ഷെ സൂര്യേട്ടൻ അവിടുന്ന് വരുന്നത്. അത് സാരല്ല, അതല്ല ഇവിടെ മീനൊക്കെ കുടിക്കുന്ന സ്ഥലമാണ്. ബോട്ടുകളുണ്ട്. അതെ അതെ, ഈ അതേ കുറച്ച് കൂടുതലാണ് പേണിപ്പാത്തരണ സംഭവം അവിടെ അല്ലേ. ഫിനു ബ്രോ ഇതാ വ്യൂ ആസ്വദിക്കുന്നു. നോക്കട്ടെ ചിക്കൻ. വെരി കോൾഡ്. പിന്നെ JCB നോക്കിയാല് നീലാകാശം, പച്ചക്കടൽ, എന്തേലും ചുവന്ന ഭൂമി. അതാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. ചുവന്ന ഭൂമിയുടെ ചുവന്നത് അവിടെ ഓറഞ്ചാണെന്നുള്ളൂ. അങ്ങനെ മിഞ്ച ക്യാമറ ഇവിടെ സെറ്റ് ചെയ്തു, എൻ്റെ ഫോൺ ഇവിടെ കെട്ടിട്ടൊക്കെയാണ്. എല്ലാവരും ഇവിടെ ആസ്വദിച്ച് ചായ എടുക്കുന്നു. ഏത് ഫ്രെയിം നോക്കൂ ഗൈസ്. ഏതാ ഫ്രെയിം? ഉള്ളിലിങ്ങനെ നോക്കിയപ്പോഴാണ് ചാവി ഉണ്ട്, മാന്ത്രിക ചാവി. ഇതൊന്നും ചാടിയതാ, അടുത്ത് നിന്നോട്ടെ ക്യാമറ. ഇവിടുത്തെ ഈ ഒരു ആംഗിളിന് ഇങ്ങനെ സാധ്യത ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. ടെക്നോളജിയാ. ചെരുപ്പൈമ കൊണ്ട് തൂക്കിട്ട് കണ്ട് ക്യാമറ ഫോണിലിട്ടേക്ക. ടെക്നോളജിയാ അല്ലേ. നല്ല അടിപൊളി ചായയും റിഡ്സും. പ്രാവുകൾ ഇതാ മോർണിംഗ് റൈഡിന് പോകുന്നു. വന്നപ്പോഴേ എന്താന്നറിയ പറഞ്ഞേ, സ്റ്റോറി ഇടണം. അതുകൊണ്ട് എന്താണ് ഒന്നും കിട്ടിയില്ലല്ലോ. പറഞ്ഞപ്പോഴേ തോന്നി. അതെ, സൂര്യൻ അവിടെയാണ് വന്ന് ഗൈസ്. ഹൈബില്ല സ്ഥലം അവിടെ, റോഡ് ഹൈവേ. നമ്മളിവിടെ ബീച്ച് സൈഡിൽ പുല്ലിൽ. ഫിനു ബ്രോ വന്നപ്പോലെ ഒരു ഉഷാറില്ലല്ലോ ഇപ്പോ. അവിടെ ഇവിടെ നോക്കൂ, പ്രാവിന്റെ കൂട്ടം. സാധനം ഒന്ന് കൈയൊട്ടിക്ക. നമ്മള് ഫിനു ബ്രോക്ക് ഭയങ്കര ദാഹം. നമ്മളിതാ വെള്ളം വാങ്ങി. എന്നാ ഫിനു ബ്രോ വെള്ളം കുടിക്ക്. ഫിനു കഴിഞ്ഞിട്ട് തുപ്പി താത്ത വണ്ടി അരപ്പാക്കി. ചെറുക്കം വെച്ച് കുടിച്ചണ്ട. തന്നെ വെള്ളം കൊടുക്കാൻ പോവാ. വാടാ. ഏതാ ക്ലിപ്പ് ഗൈസ്? വെള്ളം. ഉണ്ടോ? നല്ല കരിച്ച പോലെ ഫ്രൈ ആക്കി കറ മുറുകുന്നതാ. ജെല്ലി ഫിഷ് ഗൈസ്. മീൻ നോക്കൂ ഗൈസ്. ഇവിടെ വന്നാൽ നമുക്ക് മീനൊക്കെ കുടിച്ചോണ്ടാവാം. നല്ല സ്പോട്ടാണ്, ന്യൂ സ്പോട്ടാണല്ലോ. കടലിനക്കരെ പോയോരെന്തെങ്കിലും പാട്ട്
കടലിനക്കരെ പോയോരെ കാണാൻ പൊന്നിന് പോയോരെ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും മുതലാളി ചെങ്ക ചെക്ക ചെക്ക. എന്നാ പിന്നെ ഞാൻ കടലമ്മന്റെ പാട്ടാടി. അടുത്തതായി അവതരിപ്പിക്കുന്നു കടലമ്മ. കടലമ്മ കരയല്ല കട്ടത്, കണ്ണീരല്ല കരളല്ല കട്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ. അതാണ് ഞങ്ങളെ മൈനേ. അതാ 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 ടു 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 ടു. വിശുന്നുണ്ടല്ലോ കടല് കടല് വിശുന്നുണ്ടല്ലോ കടല് കടല് വിശുന്നുണ്ടല്ലോ കടല് കടല്. മേഡം വന്ന് മണ്ടക്ക് കുത്തോന്ന് അറിയില്ല. എന്തായാലും നമുക്ക് പോസ്റ്റ് ചെയ്യാം. അതെ മേഡന് മണ്ട എന്താ അറിയാം. കടൽ പാട്ട് സീരീസ് 3 അടുത്തതായി സമർപ്പിക്കുന്നു. കട കാണാൻ കടലിലെ മേലെ മോഹപ്പൂങ്കുരുവി പറന്നേ പോലെ ആകാശത്തമ്പിളി വന്നേ ഇളം തെന്നലീണം പാടിവാ. അല്ല നോക്കട്ടെ. ഇനി ഭാഗം 4 വരുമോ സാലു? വേറൊരു മോഹൻലാലിന്റെ പാട്ടുണ്ടായില്ലേ കടലിലെ കടപ്പുറത്തോരോ വരും. ഞാനല്ല കടലല്ല തീരകളല്ല നാരണ്ടൊന്നല്ല. സംഭവം താത്താന്റെ സ്പോട്ട് അടിപൊളി കേട്ടോ അല്ലേ? അതാണ് കുഞ്ഞപ്പളെ പറഞ്ഞു. അവസാനം തന്നെ പറയുന്നു. അവസാനം ഞാൻ തന്നെ പറഞ്ഞു. അതെ അതെ ഞാൻ പറഞ്ഞു. അപ്പൊ ശാലിനോട് എന്തൊരു കുത്തല്. സാലു എങ്ങനെയുണ്ട്? സ്പോട്ട് എങ്ങനെയുണ്ട് സൂപ്പർ സൂപ്പർ ചേച്ചി? കടല് എന്താ നെഗറ്റീവ് ചെയ്യില്ലല്ലേ? നാട്ടിൽ നിന്ന് ഇതുപോലെ മുട്ടായി കിട്ടിയാലും സ്വീകരിക്കരുത് ഗൈസ്. ഇവിടെ ആയ കുഴപ്പമില്ല തോന്നുന്നു. ഫാഡിൽ ബ്രോ പിന്നെ എനർജി പോയോ? വെള്ളം കുടിക്കോ? എന്നാ എന്നാ നാട്ടു പോയില്ലേ? മീൻ കെട്ടിച്ച കഞ്ഞി മീൻ പൊരിച്ചതും അല്ലെങ്കിൽ കഞ്ഞി സംബന്ധി. നമ്മളെ വ്ലോഗ് കണ്ടാണ്ടേ ഇന്നാളെ ആ പരിപാടിക്ക് എന്താ പറഞ്ഞേ? ഏതോ താത്ത വ്ലോഗ് കണ്ടാണ്ട് കഞ്ഞിങ്ങൾക്ക് എന്നും കഞ്ഞിയാണ് വെച്ചത്. അതെ 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 അതെ. ഈ വ്ലോഗിൽ നമ്മള് കഞ്ഞിനെ പറ്റി പറഞ്ഞിട്ടില്ല. ആരും തെറ്റിദ്ധരിക്കണ്ട. കോരിയൊക്കെ നമുക്ക് ഷാളുണ്ട്. എന്റെ ഒരാള് ഷാൾ എടുത്താൽ മീൻ പിടിച്ചാ നിക്കാണ്. ഫിനു പാന്റ് കയറ്റി വെച്ചു. ഇനി മീൻ കിട്ടും ഫിനു. വെയിലിന്റെ കാടിന് കൂടിയത് കൊണ്ട് നമ്മൾ ഇവിടുന്ന് പോകാൻ പ്ലാൻ ഇടാം അല്ലേ? മീൻ പിടുത്തക്കാരൻ മീൻ പിടിച്ചു വന്നാണ്. അപ്പൊ മെച്ചി ഇതാ മീൻ വാങ്ങാൻ പോയിക്കാണ്. മെച്ചിന്റെ അടുത്ത് മീൻകാര് വന്നു പറഞ്ഞ ഒറ്റ വേണ്ടല്ലേ നാട്ടത്ത് വരെ. बाय मछली है? कितना प्राइस तुम दिएगा? 4 दिनारो. മീനിന്റെ പ്ലാന് മൂഞ്ചി ഗൈസ്. നമ്മളിത് അവിടുന്ന് പോന്നു. നല്ല വിശപ്പില്ലേ? അപ്പൊ നമ്മള് വീണ്ടും മാർക്കറ്റിൽ പോയിട്ട് അവിടുത്തെ ഫുഡ് കഴിക്കാം. ട്രഡീഷണൽ ഫുഡ്. സമയം 6:49. നമ്മളിതാ വീണ്ടും മാർക്കറ്റിലേക്ക്. ഇപ്പൊ കണ്ടില്ലേ? ഇപ്പൊ നേരത്തെ പോലെ അല്ലല്ലോ. ഇപ്പൊ ഫുള്ള് ലോഡായില്ലേ? ഇപ്പൊ അവിടെയൊക്കെ ഫുള്ള് സാധനങ്ങളൊക്കെ വന്ന് സെറ്റായി. ഹലോ നേരത്തെ നിങ്ങളൊന്നും ഉണ്ടായില്ലേ? ഫുള്ള് കാലി ഇവിടെ. ഞാൻ എന്താണ് പ്രേക്ഷകരോട് പറയുന്നു ഇവിടെ ആരും വന്നിട്ടില്ലാന്ന്. ഇപ്പൊ നിങ്ങളെ കാണാൻ വേണ്ടി എന്താണ് വെറുതെ ഇതാണ് യാഷിക്കാക്കു. ഹലോ വെറുതെ യൂട്യൂബിലിടാനേ.
ഇത് നസീർക്ക ഫ്രം കാട്ടൂര്. Yeah. ഫ്രം കാട്ടൂര്. നമ്മൾ തന്നെ മാർക്കറ്റിൽ നിന്ന് ഈ കടയിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്, ഈ ക്യാൻറ്റീനിൽ നിന്ന്. ഇവിടെ നല്ല അടിപൊളി ട്രഡീഷണൽ വൈബാണ്. അല്ലേ ആണ് അറബിക് കടല അല്ലേ സാരിയോ? ഗൈസ് നല്ല കുബൂസ്, കീമ, ദാൽ ഫ്രൈ, പിന്നെ അണ്ട ടമാറ്റ, പിന്നെ സാലഡ്. വീട്ടിൽ പോകാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വ്ലോഗ് അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ വീഡിയോനെ കുറിച്ച് കമൻറ്റ് ചെയ്യുക. പിന്നെ എന്താണ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ 500 സബ്സ്ക്രൈബേഴ്സ് ആവാൻ കുറച്ചുമാരേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് ആക്കിയിട്ട് പിന്നെ നമുക്ക് 1000 ആക്കണം. 1000 ആക്കിയിട്ട് പിന്നെ അങ്ങനെ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ആരും കമൻറ്റ് ചെയ്യുന്നില്ല ഗൈസ്, എന്താണ് ഇങ്ങനെ. പിന്നെ ഷെയറും ചെയ്യാം എല്ലാവർക്കും. അപ്പോൾ ഓക്കെ ബൈ.